നമസ്കാരം. ഗ്രാമോച്ച വാർത്തകളിലേക്ക് സ്വാഗതം. ശ്രീരാമക്ഷേത്രത്തിൽ തേവരുടെ മകേര്യം പുറപ്പാട് ഇന്ന് നടക്കും. തേവരെ സ്വീകരിക്കുന്നതിന് തട്ടകത്തുള്ളവർ ഒരുങ്ങി. ബ്രാഹ്മണിപ്പാട്ടും മണ്ഡപത്തിൽ പറയും കഴിഞ്ഞ് പുറത്തേക്ക് എഴുന്നള്ളുന്ന തേവരെ സ്വീകരിക്കുവാൻ വഴിനീളെ തോരണങ്ങൾ തൂക്കിയും നിറദീപങ്ങൾ തെളിയിച്ചും നിറവറകൾ വെച്ചും നാട്ടുകാർ തേവരെ ഭക്തിപൂർവ്വം സ്വീകരിക്കും. പൂരം പുറപ്പാടിന് എഴുന്നള്ളിപ്പിനായി തേവരുടെ തിടമ്പേറ്റുന്ന എറണാകുളം ശിവകുമാർ ഉൾപ്പെടെയുള്ള ആനകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. പുലർച്ചെ മുതൽ തുറന്ന ക്ഷേത്രനടയിൽ ദർശനത്തിന് പൂജകൾ തടസ്സമാകില്ല. സേതുകുളത്തിൽ ആറാട്ട് കഴിഞ്ഞ് തേവർക്ക് പതിവ് പൂജകൾ നടത്തുകയുള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറിനെ വിജയിപ്പിക്കുന്നതിനായി LDF മണലൂർ 148 ബൂത്ത് കൺവെൻഷൻ ചേർന്നു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും മുൻ MP-യുമായ CN ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. CPIM ലോക്കൽ കമ്മിറ്റി അംഗം MK സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. CPI ബ്രാഞ്ച് സെക്രട്ടറി MG ഉണ്ണികൃഷ്ണൻ, CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ MR മോഹനൻ, സാജൻ മുടവങ്ങാട്ടിൽ ലോക്കൽ സെക്രട്ടറി VG രാധാകൃഷ്ണൻ, ജനതാദൾ നേതാവ് ജോസ് TD, വാർഡ് മെമ്പർ ഷാനി അനിൽകുമാർ, സുധർമ്മൻ ചീരുങ്കണ്ടത്ത് എന്നിവർ സംസാരിച്ചു. 51 അംഗ ജനറൽ കമ്മിറ്റിയും 15 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും രൂപീകരിച്ചു. ചെയർമാനായി MK സദാനന്ദൻ, കൺവീനർ MG ഉണ്ണികൃഷ്ണൻ, ട്രഷററായി അനിൽകുമാർ കണ്ടങ്ങത്ത് എന്നിവരെ തെരഞ്ഞെടുത്തു. CAA നിയമത്തിനെതിരെ വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വായ്മൂടിക്കെട്ടി പ്രതിഷേധം നടത്തി. കോതകുളം സെൻട്രലാണ് പ്രതിഷേധം നടന്നത്. നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രതിഷേധ യോഗം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PA ഷൗക്കത്ത് അലി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് PS സന്തോഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭ സുബിൻ മുഖ്യപ്രഭാഷണം നടത്തി. വലപ്പാട് മണ്ഡലം UDF ജനറൽ കൺവീനർ NK മുഹമ്മദ് അലി, CR അർമുഖൻ, സുമേഷ് പാനാട്ടിൽ, ജയ്ക്കോ മാസ്റ്റർ, MA സലീം, MM ഇക്ബാൽ, ശിഭ പ്രദീപ്, ഫാത്തിമ സലീം, പ്രദീപ് നെടിയിരിപ്പിൽ, വൈശാഖ് വേണുഗോപാൽ, അജ്മൽ ഷെരീഫ്, സുജിൻ കരിപ്പായി, ഡേവിസ് കരയാമുട്ടം, സചിത്രൻ തയ്യൽ എന്നിവർ സംസാരിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി 2023-24 ഭാഗമായി മെൻസ്ട്രൽ കപ്പ് വിതരണ ഉദ്ഘാടനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും മണലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് കാഞ്ഞാണി സിംല മാളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് വിതരണ ഉദ്ഘാടനം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ ജിഷ സുരേന്ദ്രൻ, സിമി പ്രദീപ്, ഷോയ് നാരായണൻ, കൃഷ്ണേന്ദു, കവിത രാമചന്ദ്രൻ, ഷേർലി റാഫി, ഹെൽത്ത് ഇൻസ്പെക്ടർ PB പ്രിയേഷ്, പബ്ലിക് ഹെൽത്ത് നഴ്സ് സിന്ധു CS എന്നിവർ സംസാരിച്ചു. ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡ് ഫെസിലിറ്റേറ്റർ ഡോക്ടർ നയന മിഥുൻ റോഷ് മെൻസ്ട്രൽ കപ്പ് ഉപയോഗത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നൽകി. മണലൂർ സെൻറ് ഇഗ്നേഷ്യസ് ദേവാലയത്തിൽ വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ഇടവക വികാരി ഫാദർ പ്രിൻസ് പൂവത്തിങ്കൽ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് തൃശൂർ സെൻറ് ജോസഫ് വൈദിക മന്ദിരത്തിലെ ഡയറക്ടർ ഫാദർ ജക്സൺ ചാക്കാലക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നേർച്ച ഭക്ഷണം, ആശീർവാദം, ഊട്ടുനേർച്ച എന്നിവ നടന്നു. കൈക്കാരന്മാരായ MD ജോഷി, PP സെബാസ്റ്റ്യൻ, KC സണ്ണി, ജനറൽ കൺവീനർ ജോഫി ചുങ്കത്ത് എന്നിവർ നേതൃത്വം നൽകി. എടമുട്ടം കാട്ടൂർ റോഡിൽ ബൈക്കിൽ നിന്നും വീണ് യുവാവ് മരിച്ചു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം പടിഞ്ഞാറ്റയിൽ ഖമറുദ്ദീൻ്റെ മകൻ മുഹമ്മദ് സൽമാനാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. ഇക്കഴിഞ്ഞ രാത്രി 12 മണിയോടെയായിരുന്നു അപകടം. കുമ്പളപ്പറമ്പ് വളവിൽ നിയന്ത്രണം തെറ്റി മറിയുകയായിരുന്നു. പിറകിൽ മറ്റൊരു ബൈക്കും ഉണ്ടായിരുന്നതും മറിഞ്ഞിരുന്നു. ഇതിലുണ്ടായിരുന്ന ഷെഹിൻ, മിഥുൻ എന്നിവർക്കും പരിക്കേറ്റു. ബോധി-ഇന്ത്യയും ട്രിനിറ്റി ഐ ഹോസ്പിറ്റലും MM മെഡിക്കെയറും സംയുക്തമായി കാഞ്ഞാണിയിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സാമൂഹ്യ പ്രവർത്തകൻ ബെന്നി കണ്ടശാങ്കടവ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വടനപ്പള്ളി ലയൺസ് ക്ലബ്ബ് അംഗങ്ങൾ ആശംസകൾ നേർന്നു. ബോധി-ഇന്ത്യ പ്രസിഡന്റ് ജോഫി ജോൺ, സെക്രട്ടറി ഷൈൻ മോഹനൻ, വൈസ് പ്രസിഡന്റ് സജി ശങ്കർ, ലിയോ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കണ്ടശാങ്കടവ് യൂണിസെറ്റ് കമ്മ്യൂണിക്കേഷൻ ചീഫ് ടെക്നീഷ്യൻ ഉണ്ണികൃഷ്ണൻ്റെ മാതാവും കാരമുക്ക് ചാത്തൻകുളങ്ങര ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന കുറ്റിയിൽ അനിരുദ്ധൻ്റെ ഭാര്യയുമായ രാധാമണി നിര്യാതയായി. 74 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. അനിൽകുമാർ, ഉണ്ണികൃഷ്ണൻ, അനിത എന്നിവർ മക്കളും പ്രസന്ന, സിനി, സുനിൽകുമാർ എന്നിവർ മരുമക്കളുമാണ്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.